നമസ്കാരം. വിമർശനങ്ങളുടെ കാലഘട്ടമാണിത്. വിമർശിക്കാത്തവർ ആരുമില്ല. ആരെ വേണമെങ്കിലും ആർക്കും വിമർശിക്കാം. അവിടെ MD എന്നോ അല്ലെങ്കിൽ പത്മനാഭനെന്നോ എന്നുമില്ല. ദൈവത്തിനവരെ നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം. അത് അനന്തപത്മനാഭനാണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും ആരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. അങ്ങനെ വിമർശനത്തിന് അതീതരാണ് ഇവർ. അല്ലെങ്കിൽ ദൈവത്തെപ്പോലും വിമർശിക്കാൻ കഴിയുന്നവരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പലപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത് ജ്ഞാനപീഠ ജേതാക്കളെ അടക്കം നമ്മൾ എന്തും പറയും. സാഹിത്യത്തിൽ എത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. ജ്ഞാനപീഠം കയറിയിട്ടുള്ള MD വാസുദേവൻ നായർ ആയാലും, ഇതല്ല ഇനി പത്മഭൂഷൺ നേടിയിട്ടുള്ള ചിത്ര ആയാലും, KS ചിത്ര ആയാലും, അല്ലെങ്കിൽ അഭിനേത്രി പത്മശ്രീ ശോഭനയായാലുമൊക്കെ ഇത്രകാലം സഖാവായിരുന്ന മുകുന്ദൻ, അല്ലെങ്കിൽ ഹരീഷ് പേരടി, അല്ലെങ്കിൽ സച്ചിദാനന്ദൻ, ഇവരായാലുമൊക്കെ ഇവരാരാണെങ്കിലും ആത്മവഞ്ചന കലരാത്ത ഒരൊറ്റ പ്രസ്താവന മതി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാത്ത ഒരൊറ്റ പോസ്റ്റ് മതി. അത്രയും ആയുസിൻ്റെ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ അവരുടെ സംഭാവനകളുണ്ടല്ലോ, അവയൊക്കെ മറന്ന് ഒപ്പം തന്നെ മനുഷ്യത്വവും മൂല്യവും മൂല്യച്യുതിയും ആ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും മാനിക്കാതെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്നു. അത് വലിയ വൃത്തികെട്ട അവസ്ഥയാണ് ഈ കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. താൻ നെറികേടിൻ്റെ ഇടത് രാഷ്ട്രീയത്തിനോട് അളവറ്റ് സഹകരിച്ചാൽ അത് ഈ രഞ്ജിത്തിനും കമാലുദ്ദീനും ഒക്കെ കിട്ടിയതുപോലെ പലതും കിട്ടും, പല നേട്ടങ്ങളും കിട്ടും. തലമറന്ന് ഗായത്രി വർഷയെപ്പോലെ എണ്ണ തേച്ചാൽ ശിവൻകുട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കാം. മൗനം കൊണ്ടെങ്കിലും അംഗീകരിച്ചാൽ സമൂഹമധ്യത്തിൽ നാണം കെടാതെ ജീവിച്ചു പോകാം എന്നീ പല നേട്ടങ്ങളുണ്ട് അന്തം കമ്മികൾക്കൊപ്പം നിന്നാൽ. അതൊന്നുമില്ലാതെ ഇവറ്റകളുടെ നെറികേടിനോട് സഹകരിച്ച് മടുത്തിട്ടോ എന്നെങ്കിലും മനസ്സിൽ വിങ്ങുന്ന അഹിതമായിട്ടുള്ള സത്യമോ അല്ലെങ്കിൽ ആഗ്രഹമോ അഭിപ്രായമോ അതെപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ അന്ന് പടിയടച്ച് പിണ്ടം വെക്കുമെന്ന് മാത്രമല്ല, ഈ കവലപ്രസംഗങ്ങൾ നടത്തുന്നവരുണ്ടല്ലോ, കവലയിൽ വിലപേശി വിൽക്കുക കൂടി ചെയ്യും ഈ ഇത്തരത്തിലുള്ള ജാതികൾ. ജിഹാദികളെ, കമ്മികളെ നിങ്ങളൊന്ന് ഓർക്കണം. കൂടെ നിൽക്കുന്ന രണ്ട് വിഭാഗക്കാരെ നിങ്ങൾക്കുള്ളൂ. ഒന്ന്, ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ, ആ സുഖസൗകര്യങ്ങൾ നിലനിർത്താൻ മാത്രം പിന്തുണയ്ക്കുന്നവർ നിങ്ങളോടൊപ്പം. രണ്ട്, നാളെ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി പിന്തുണയ്ക്കുന്നവരുമുണ്ട് നിങ്ങളുടെ കൂടെ. ഇനി ഒരൗദാര്യവും വേണ്ടാത്തവർക്കും ആരെയും ഭയമില്ലാത്തവർക്കും സത്യം തുറന്നു പറയാമെന്ന് ബോധ്യമുള്ളവർക്കും അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അത് ചിത്ര ചേച്ചിയോ ശോഭനയോ MDയോ മുകുന്ദനോ ആരുമായിക്കൊള്ളട്ടെ. കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും തലയുയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ആരെയും പേടിക്കേണ്ട, സുഖിപ്പിക്കേണ്ട, ആരെയും സുഖിപ്പിക്കുകയും വേണ്ട. അതില്ലാത്ത സരസു ഗായത്രി വർഷയ്ക്കും കട്ടെഴുതുന്ന ദീപാനിശാന്തിനിക്കും കഴപ്പെഴുതുന്ന ഇന്ദുമേനോനും വല്ലതുമൊക്കെ നേടണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിലും സഖാവായേ പറ്റൂ. സഖാവ് തന്നെയാകണം. കമാലുദ്ദീനും രഞ്ജിത്തിനും കിട്ടി, ഇന്ദുമേനോനും ഗായത്രി വർഷയ്ക്കും ഇതായപ്പോൾ ദീപാനിശാന്തിനിയുമൊക്കെ എന്തെങ്കിലുമൊക്കെ പിച്ച കൊടുക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഒന്നും വേണ്ടാത്തവർ ആരെയും ഭയക്കാതെ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അവരാരെക്കുറിച്ചും ഓർക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ നമ്മുടെ മുന്നിൽ ആരാണ് ഏറ്റവും മാന്യന്മാരും മഹാന്മാരുമായിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ടി വരും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുന്ന ഈ രീതിയുണ്ടല്ലോ, അതൊരിക്കലും ഭൂഷണമല്ല എന്ന് കൂടി പറയട്ടെ. ഏതൊരു പാർട്ടിയുടെ നിലപാടുകളോടൊപ്പം ചേരാതെ മാറി നിൽക്കുന്നുവോ, ഏതൊരു പാർട്ടിയോടൊപ്പം സഞ്ചരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നുവോ, അവരൊക്കെ എപ്പോഴാണ് അന്തം കമ്മികൾക്ക് വിരോധത്തിനുള്ള ഇടമായി മാറുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ സഹിഷ്ണുതയോടുകൂടി കാണാൻ കഴിയാതായി പോകുന്നത്? അവരുടെ വാക്കുകളിൽ ഉണ്ടാകുന്ന തീപ്പൊരി എന്ന് പറയപ്പെടുന്നത് കേൾക്കുമ്പോൾ, ആ പോരാട്ട വീര്യമെന്ന് പറയുന്നത് അവർ പുറത്തേക്ക് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് അന്തം കമ്മികൾക്ക് തിളപ്പുണ്ടാകുന്നത്? ഒരു ചിത്രയ്ക്കോ ഒരു MD വാസുദേവൻ നായർക്കോ ഒരു ശോഭനയ്ക്കോ പകരം വയ്ക്കാനില്ലാത്ത മറ്റു കലാകാരന്മാരില്ലാത്ത ഒരു നാട് തന്നെയാണിത്. അവർ ചെയ്തു കൂട്ടിയതൊക്കെ ഈ നാടിനു വേണ്ടി തന്നെയാണ്. MD വാസുദേവൻ നായരുടെ രചനയിൽ പിറന്നതൊക്കെ മലയാളി ആസ്വദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ആവിഷ്കാരങ്ങളൊക്കെ മലയാളി തൊട്ടറിഞ്ഞതാണ്, കണ്ടറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. ചിത്രയുടെ ഗാനങ്ങൾ കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല.
ആ ചിത്ര എന്ന് പറയപ്പെടുന്ന KS ചിത്ര എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർക്കേണ്ടതല്ലേ? ചിലതെങ്കിലും അവരെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതല്ലേ? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ചിത്രയെക്കുറിച്ച് വാതോരാതെ ഇത്തരത്തിൽ പലരും പലതരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ ഇവിടെ ശ്രീജിത്ത് പണിക്കർ കൂടി പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമപ്രകാരം സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഒരു ട്രസ്റ്റ് സുപ്രീം കോടതി അനുവദിച്ച ക്ഷേത്ര നിർമ്മാണം നടത്തുന്നു. പ്രാണപ്രതിഷ്ഠ അത് നടത്തുമ്പോൾ സ്വന്തം മതവിശ്വാസ പ്രകാരം വിളക്ക് കൊളുത്തി രാമനാമം ജപിക്കണമെന്ന് പറഞ്ഞ ഒരാളിനെ, ഒരു സ്ത്രീയെ ഇടതടവില്ലാതെ ആക്ഷേപിക്കുകയാണ്. അത്തരത്തിലുള്ള ചിലരുണ്ടിവിടെ. ഇക്കൂട്ടർക്ക് എന്തൊരു നീതിബോധമാണ്, ഇക്കൂട്ടർക്ക് എന്തൊരു നിയമബോധമാണ്, എന്തൊരു ചരിത്രബോധമാണ്, എന്തൊരു മതസാഹോദര്യമാണ്, എന്തൊരു സഹിഷ്ണുതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. തീർച്ചയായിട്ടും ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മാറോട് ചേർത്ത് വച്ചിരുന്ന ഗാനകോകിലമായി അറിയപ്പെട്ടിരുന്ന ചിത്ര എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ ഇങ്ങനെ താറടിച്ചു കാണിക്കുവാൻ വണ്ണം അധപ്പതിച്ചു പോയ മലയാളിയുടെ മനസ്സുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ലജ്ജ തോന്നുന്നു സഖാക്കളെ നിങ്ങളെക്കുറിച്ച് ഓർത്ത്. അന്തംകമ്മികളാകുന്നവരോ അല്ലെങ്കിൽ അന്തംകമ്മികളായി മാറുന്നവരോ അന്തംകമ്മികൾക്ക് കൂട്ടുനിൽക്കുന്നവരോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കുക. ആർക്കും ആരുടെ മതത്തെയും അവരുടെ ആചാരങ്ങളെയും അത്തരത്തിൽ അനുഷ്ഠിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പലർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്യാൻ കഴിയും. മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ചിത്രയാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളിൽ പോകാം. മമ്മൂട്ടി പള്ളിയിലും മോസ്കിലുമൊക്കെ പോകാറുണ്ട്, അമ്പലങ്ങളിൽ പോകാറുള്ള മോഹൻലാലുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ശ്രീരാമനെക്കുറിച്ച്, തൻ്റെ ദൈവത്തെക്കുറിച്ച് ഒരു വാക്ക് ചിത്ര എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം പറഞ്ഞപ്പോൾ ഇങ്ങനെ താറടിച്ചു കാണിക്കുന്ന തരത്തിലേക്ക് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഇങ്ങനെ കുടഞ്ഞെറിയേണ്ട ഒരു ആവശ്യം എന്താണ്? നിങ്ങൾ കുറച്ച് അന്തംകമ്മികൾക്ക് മാത്രമായിരിക്കും അവർ ഇപ്പോൾ സംഘിണിയായി മാറിയിരിക്കുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മലയാളിക്ക് അവർ വാനമ്പാടി തന്നെയാണ്, കോകിലം തന്നെയാണ്.